നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് എന്തെങ്കിലും വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശദീകരണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന കോനാട്ടച്ചനോട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഈ നിക്കോദീമോസ് മെത്രാച്ചൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ്. ഇത്തരത്തിൽ എൻ്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരാവശ്യവും ഇദ്ദേഹത്തിനില്ല. കാരണം എൻ്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജോഷുവ മാർ നിക്കോദീമോസ് തിരുമേനിയുടെ ഈ കൽപ്പന മാനിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. സഭയ്ക്ക് പേടിക്കുന്ന വസ്തുക്കച്ചവടം നടത്തുന്ന അച്ഛന്മാരെ മതിയെങ്കിൽ അവരെ കൊണ്ടു നടന്നോളൂ, എന്നെ മുടക്കിക്കോളൂ. ഞാൻ എങ്ങനെയുള്ള അച്ഛനാണെന്നുള്ളത് നാട്ടുകാർക്കറിയാം. മുടക്കണമെങ്കിൽ മുടക്കിക്കോ. നിക്കോദീമോസേ, എടാ ഡാഷ് മോനെ, നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് മനസ്സില്ലടാ. ബിഷപ്പിനെതിരായ ശബ്ദ സന്ദേശത്തിൽ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തോട് സഭാ നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. ആക്ഷേപമുള്ളടക്കമുള്ള ശബ്ദരേഖയിലൂടെ ഫാദർ മാത്യൂസ് വാഴക്കുന്നം ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് ഓർത്തഡോക്സ് സഭ അറിയിക്കുന്നത്. അതേസമയം നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്ത് ഫാദർ ഷൈജു കുര്യനെ എതിർക്കുന്ന വിഭാഗം പ്രതിഷേധവും ശക്തമാക്കിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈദികനെ മാറ്റിയത് എന്ന ഭദ്രാസന നേതൃത്വത്തിന്റെ വിശദീകരണമുണ്ട്. CK അഭിലാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്നും വലിയ ഈ വൈദികന്റെ BJP പ്രവേശനത്തോടെ തുടങ്ങിയതാണ്. പിന്നെ ശബ്ദരേഖ ഇതിപ്പോൾ ബിഷപ്പിനെ പോലും പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയിലേക്ക് വരുന്നു. ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലേ ഈ പ്രശ്നപരിഹാരത്തിന് സഭയിൽ? ക്രിസ്തീയ സഭകളിൽ വിശേഷിച്ച് കേരളത്തിൽ ഒരു ബിഷപ്പിനെതിരെ ഒരു വൈദികൻ ഇത്തരത്തിൽ മോശം പദപ്രയോഗങ്ങളും ആക്ഷേപങ്ങളും ചൊരിയുന്ന സംഭവം ഇത് ആദ്യമാണ് സമീപകാലത്ത്. ഒപ്പം തന്നെ ബിഷപ്പിനെതിരെ കനപ്പെട്ട ചില കാര്യങ്ങൾ, ചില രഹസ്യങ്ങൾ തൻ്റെ പക്കലുണ്ട്, അത് പുറത്തു വിടുമെന്നുള്ള ഭീഷണി കൂടി ഉൾപ്പെടുന്നതാണ് ഈ ശബ്ദ സന്ദേശം. ഇതിൻ്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടത്. വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്തിന് വൈദികൻ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചതായി വാർത്താക്കുറിപ്പിലൂടെ സഭാ നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനുള്ള അനുമതി വേണമെന്ന് ഫാദർ മാത്യൂസ് വാഴക്കുന്നം ആവശ്യപ്പെട്ട പ്രകാരം അതിന് അനുമതി നൽകിയതായും കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ ഷൈജു കുര്യനെതിരെ ഇന്നും നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്ത് പ്രതിഷേധവുമായി വിശ്വാസികൾ എത്തി. ഏറെക്കുറെ 25-നടുത്ത് വിശ്വാസികളാണ് പ്രതിഷേധവുമായി ബിഷപ്പിൻ്റെ ആസ്ഥാനത്ത് എത്തിയത്. തുടർന്ന് ഇവരെ ബിഷപ്പ് ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ ചർച്ച വിജയം കണ്ടില്ല. ഷൈജു കുര്യനെ ഒരു തരത്തിലും നിലയ്ക്കൽ ഭദ്രാസനത്തിന് കീഴിലെ ദേവാലയങ്ങളിൽ ശുശ്രൂഷകനായി ഭാവിയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്നാൽ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നടപടി പരാതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഭാവി കാര്യങ്ങൾ അന്വേഷണ കമ്മീഷന്റെ നടപടികൾ പൂർത്തിയായ ശേഷം പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഭരണഘടന കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സഭ നിലയ്ക്കൽ ഭദ്രാസന നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഷൈജു കുര്യനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന വിശ്വാസി സമൂഹത്തിലെ ആളുകൾ ഒന്നും തന്നെ വൈദികനായിട്ടുള്ള മാത്യൂസ് വാഴക്കുന്നത്തിൻ്റെ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണത്തിന് തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമായ വസ്തുതയാണ്. ചുരുക്കത്തിൽ ഈ സഭയിലെ 2 വൈദികർ തമ്മിൽ ഉള്ള തുറന്ന പോര് സഭാ അധ്യക്ഷൻ്റെ ഇടപെടലിലൂടെ അതിനൊരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിൻ്റെ സൂചനയാണുള്ളത്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ, ഒരു ശബ്ദരേഖ, സ്ത്രീയുടേതെന്ന പേരിൽ പുറത്തു വന്ന ഒരു ശബ്ദരേഖയെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങൾ, വൈദികർക്കിടയിലെ ഭിന്നത, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദരേഖ, ഇതൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ ഓർത്തഡോക്സ് സഭയുടെ മാനത്തിന് കളങ്കം വരുത്തിയെന്നുള്ള പൊതുവിലയിരുത്തൽ സഭാ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിയുമേൽ ശക്തമായ നടപടികൾ ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളും നേതൃത്വം നൽകുന്നു. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.